നീതികേടിൻ്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവമാകണം വായന. അതിനായുള്ള നേരിൻ്റെ സർഗമൊഴിയുമായി നവമൊഴി മാസിക കല്ലമ്പലത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്നു. 11/10/2025 ശനിയാഴ്ച കല്ലമ്പലം ലയൺസ് ക്ലബ്ബിൽ വെച്ച് നവമൊഴിയുടെ ആദ്യപതി ശ്രീ നയനാർ മുഹമ്മദ് ഡോക്ടർ ഉപനീന്ദ്രന് നൽകി പ്രകാശനം നിർവഹിച്ചു. ശ്രീ MV ബാഹുലേയൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മാസികയുടെ ചീഫ് എഡിറ്റർ ശ്രീ സൈഫുദ്ദീൻ കല്ലമ്പലം സ്വാഗതവും ശ്രീ GS സുനിൽ MM പുരവൂർ തുടങ്ങിയ സാഹിത്യരംഗത്തെ പ്രമുഖർ ആശംസാ പ്രസംഗം നടത്തി. ശ്രീ കിളിമാനൂർ ആനന്ദൻ നന്ദിയും പറഞ്ഞു. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും മാസികയുടെ സമ്മേളനത്തിൽ ആശംസ നൽകാൻ എത്തിച്ചേർന്ന ശ്രീ MM പുരവൂർ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കേരളത്തില് നോവൽ മേഖലയിൽ അല്ലെങ്കിൽ സാഹിത്യ പ്രസ്ഥാനത്തില് വളരെ വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയുണ്ട്. പക്ഷേ ഇവിടെ എത്രത്തോളം അറിയാം എന്നെനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, ഭൂമിയുടെ മകൾ എന്നൊരു പുസ്തകം ഈ അടുത്ത കാലത്ത് ഈ മൊഴിയുടെ പ്രസിഡന്റ് മുരളീധരൻ സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി വായിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ പുസ്തകം എവിടെയൊക്കെ എത്രയോ വലിയ മേഖലകളിൽ എത്തേണ്ട ഒരു പുസ്തകമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന് ശേഷം, അത് വായിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ തമോദ്വാരം, പിന്നെ ഭൂതക്കാഴ്ചകൾ തുടങ്ങിയ പുസ്തകങ്ങൾ ഞാൻ സാറിനോട് ചോദിച്ചതിനെ വാങ്ങി വായിച്ചു. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു രചനാശൈലി കൊടുക്കുകയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സുനിൽ സാഗർ സാർ. അത് മാത്രമല്ല, ഈ നവമൊഴി എന്ന മാസികയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഈ മാസികയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് നമ്മുടെ ബെന്യാമിന്റെ സാമീപ്യം. അദ്ദേഹത്തിന്റെ മൾബറി പിന്നെ എന്ന് പറയുന്ന പുതിയ പുസ്തകത്തിന്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് പുസ്തകം ഇറങ്ങിയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. സുരേഷ് രാഘവൻ സാറ് പറഞ്ഞാണ് അറിയുന്നത്. മാസികയിൽ നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ണശാല പ്രസിദ്ധീകരിച്ച് വന്നതാണ്. അത് തന്നെ ആയിരിക്കും ഇത് എന്ന ധാരണയിൽ നമ്മൾ ആ ലേഖനത്തിന്റെ പഠനം തുടങ്ങി വെക്കുമ്പോഴാണ്, അതിൻ്റെ എഴുതി തുടങ്ങുമ്പോഴാണ് പിന്നെ ഭാഗ്യവശാൽ സുധീർ സാറിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെറിയ വ്യത്യസ്തതയോടുകൂടി പുതിയ പുസ്തകമാവുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയി ആ പുസ്തകം വാങ്ങി മുരളീധരൻ സാറിനോട് കൊടുക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബെന്യാമിൻ്റെ അടുത്ത നമ്മുടെ മാസികയിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ സാറിൻ്റെ കെയർ ഓഫിൽ ഒരാൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബെന്യാമിനെ നമ്മളുമായിട്ട് അടുപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഈ മാസികയുടെ ഒരു വളർച്ചയ്ക്കും അതിൻ്റെ ക്വാളിറ്റിക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു പരിശ്രമം നടത്തിയ ആളാണ് സുധീഷ് രാഘവൻ സാറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്തു. പ്രശസ്ത കവിയും നോവലിസ്റ്റും കഥാകാരനും മൊഴിയുടെ കുറച്ചു കാലം കൊണ്ട് തന്നെ, ഏതാണ്ട് മൊഴി ആരംഭിച്ച് 4-5 വർഷത്തിന് ശേഷം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് കുടിയേര ശ്രീകുമാർ സാർ. പുളിമാത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ മാസികയിൽ ഇപ്പോൾ ഒരു നർമ്മകഥയൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇവിടെ നമ്മുടെ സാധാരണ ഒരു പ്രോഗ്രാം വഴി സാധാരണയായി നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു കവിയരങ്ങാണ്. അത് സദാശിവ പോലും നമ്മുടെ ഒരു കവിയരങ്ങ് ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലുമായിട്ട് 15 പേരെങ്കിലും വരും. അപ്പോൾ സാധാരണ പരിപാടി ഒഴിപ്പിക്കുന്നത് മാത്രമല്ല, അതിന്റെ ആർന്ന വർദ്ധിപ്പിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള ആ കവിയരങ്ങിൽ നേതൃത്വം കൊടുത്ത പൂർത്തൂർ സാറിനെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നത് മൊഴിയുടെ പിന്നെ സജീവ പ്രവർത്തകനായിട്ടുള്ള കിളിമാനൂർ ആനന്ദ് സാറാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുന്നത്,
തുടങ്ങരുത് തുടങ്ങിയാൽ നിർത്തരുത് എന്നൊരു ആശയം ഈ മാസിക തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരും. അത് വളരെ ഒരു ആപ്തവാക്യമായി ഞങ്ങൾ കാണുകയാണ്. പല സ്ഥലത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ഈ ഒരു ആശയം പറയാറുണ്ട്. തുടങ്ങരുത് തുടങ്ങിയാൽ നിർത്തരുത്. അപ്പോൾ ഈ മാസിക നവവഴി എന്ന ഈ മാസിക തുടങ്ങിയിരിക്കുകയാണ്. ഇത് നിർത്താനുള്ള അവസരം ഉണ്ടാകാതെ ജഗദീശ്വരനും നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണം, ഒത്തുചേരണം, ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ അഭിമാനയുടെ ആനന്ദനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൊണ്ടും ഇവിടെ ഈ സദസ്സിൽ വേദിയിലിരിക്കേണ്ട ധാരാളം പേര് ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. യഥാർത്ഥത്തിൽ നോട്ടീസിലൊക്കെ പേര് വെച്ച് ക്ഷണിക്കേണ്ട പലരും ഇവിടെയുണ്ട്. നമ്മുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാവുന്ന ഒരു പരിമിതി ഉള്ളതുകൊണ്ടും അത്യാവശ്യം 4 പേരെ മാത്രമേ നമ്മൾ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിരവധി പേരുടെ ഞാൻ പേരെടുത്ത് ആരെയും പരാമർശിക്കുന്നില്ല. പലരും വേദിയിലുണ്ട്. സമ്മേളനവുമായി നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു വാക്ക് സംസാരിക്കാനുള്ള അവസരവും അവർ മുന്നോട്ട് വരണം. അത് സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത കവികൾക്കും ബഹുമാനപ്പെട്ട മറ്റ് സാഹിത്യകാരന്മാർക്കും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും സൗഹൃദമാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അജിത്ത് വർക്കലയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായൊരു വളരെ എന്താണ് എഫക്റ്റീവായിരുന്നു. ഒരല്പം സൗണ്ട് കൂടിപ്പോയതേ ഉള്ളൂ. വളരെ എൻജോയബിൾ ആയിരുന്നു. ഞാൻ കുറച്ച് ആസ്വദിച്ചു. എല്ലാവരും വളരെ ആസ്വാദികരമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ മനോഹരമായ സ്പീച്ചായിരുന്നു. ഗ്രൂപ്പിന്റെ പേര് അവർക്ക് അതിൽ പങ്കെടുക്കാൻ മുഴുവൻ പേർക്കും ഓരോരുത്തർക്കും മൊഴിയുടെ ഹൃദയപരമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് നമ്മുടെ ഈ സംഘടനത്തിലേക്ക് ഒന്ന് പങ്കെടുത്തിട്ട് പോകണം. ബാക്കി വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ കൂടി മേലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാസികയുടെ പ്രകാശന ചടങ്ങ് നടക്കുന്നത്. പ്രകാശനം നിർവഹിക്കുന്നത് പ്രസിദ്ധ എഴുത്തുകാരനും മൊഴി മാസികയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവുമായിട്ടുള്ള ശ്രീ ഇനായത്ത് മുഹമ്മദാണ്. അദ്ദേഹത്തെ ഈ മാസികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കാനും ഡോക്ടർ പി ഭുവനേന്ദ്രൻ സാറിനെ മാസിക സ്വീകരിക്കാനുമായി ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷനാവുകൾ, വേദിയിലും സദസ്സിലിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കാമെന്ന് വെച്ചിരുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ അഭാവത്തിൽ എന്നെ ഈ കർമ്മത്തിന് നിയോഗിച്ചവർക്ക് ഒരു നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത ഞങ്ങളോട് ഓരോരുത്തരും സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വാർത്താമാധ്യമങ്ങളുടെ ഒരു നിലവാരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ വാർത്താമാധ്യമങ്ങളുടെ മാധ്യമങ്ങളാണ്. പത്രമായിരുന്നാലും ബാല്യമായിരുന്നാലും മാസികയായിരുന്നാലും ഒക്കെ നമ്മൾ ഒരുപാട് വായിക്കുന്നവരുമാണ്. പക്ഷേ ഇന്നലെ വായന പറഞ്ഞിട്ടുള്ളത് സംശയം ലഭിക്കുന്നുണ്ട്. എന്നിൽ പോലും പക്ഷെ വായന വഴി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യ വിഷയം. കാരണം ഇത് ഒരുപാടൊക്കെ പുരോഗമിച്ചു. ഒരുപാട് വളരെയേറെ ശാസ്ത്രത്തിൽ ഞാൻ ശാസ്ത്രമായിട്ട് എഴുതിയിട്ടുള്ളത്. ഒരുപാട് പുരോഗമിച്ച കാലഘട്ടത്തിൽ മനുഷ്യൻ ആ വഴിക്ക് അത്രത്തോളം പുരോഗമിച്ചില്ലായിരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം തെറ്റ് കണ്ടാൽ ശരി കണ്ടാൽ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആശയമുള്ള ഒരു സമൂഹം ഉണ്ടായിത്തീരുന്നില്ല. അതാണ് നമ്മുടെ ധാർമ്മികമായും നൈതികമായും മനുഷ്യനെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് അവസ്ഥകൾ നിലനിൽക്കുന്നു.
പത്രങ്ങൾ പലതും പലതരത്തിലുള്ള പല പാർശ്വവീക്ഷണങ്ങൾ വെച്ചുകൊണ്ടുള്ള എഴുത്ത് കാരണം പലരെയും പലതരത്തിലും സ്വാധീനിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലാതെ പൊതു സ്വഭാവം, അതിന് നൈതികമായ സ്വഭാവം അതിന് ഉണ്ടായി വരുന്നില്ല. അതിൻ്റെ ഒരുപാട് കാലം ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 7 പുസ്തകം സമൂഹത്തിലുള്ള വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ചാണ് എഴുതിയത്. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മടിച്ച പബ്ലിക്കേഷൻസ് ഉണ്ട്. പല അധ്യായങ്ങളും മാറ്റുന്ന ആവശ്യത്തിന് അവർ കൊടുക്കാൻ ഞാൻ പ്രസിദ്ധീകരിച്ചു. കാരണം അത്രത്തോളം തീവ്രമായ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ നടക്കുന്ന അന്യായമായ കാര്യങ്ങൾ സാമൂഹികമായിരുന്നാലും സാംസ്കാരികമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആ രീതിയിൽ ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. അത് എൻ്റെ പുസ്തകം വായിച്ച പലർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലൊരു മനുഷ്യൻ്റെ മനസ്സിൽ നന്മ വളർത്തിയെടുക്കാനാവുന്ന ഒരു വിത്തായി നമ്മുടെ ഈ നവമൊഴി മാറുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാറാൻ കലമ്പത്തിൻ്റെ ഒരു മുഖമുദ്രയായി തീരണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കാരം. ഇങ്ങനൊരു സംരംഭം ആരംഭിക്കാനുള്ള കാരണം നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം സംഘടനകളായിട്ടുള്ള എഴുത്തുകാരുണ്ട്. ചെറുപ്പക്കാരായ ഒരുപാട് എഴുത്തുകാർ, അതിൽ പുരുഷന്മാരുടെ സ്ത്രീകളുണ്ട്. പക്ഷെ അവർ എഴുതുന്ന കൃതികൾ അവ എത്ര തന്നെ ശ്രേഷ്ഠമാണ് എങ്കിലും അത് പ്രകാശിപ്പിക്കാൻ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം വളരെ കുറവാണ് എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യധാര പ്രസാധക സംഘടനകളെ സമീപിക്കുമ്പോൾ അവരെപ്പോഴും ഈ പ്രസിദ്ധരായ എഴുത്തുകാരുടെ കൃതികൾ മാത്രമേ പ്രകാശിപ്പിക്കാറുള്ളൂ. അതും ഈ വളരെ എത്ര മോശപ്പെട്ട കഥയായാലും ശരി, എഴുത്തുകാരൻ പ്രസിദ്ധനാണെങ്കിൽ അവരുടെ കൃതി പ്രസിദ്ധീകരിക്കും. നേരെ മറിച്ച് പുതിയ എഴുത്തുകാർ അവരെത്ര തന്നെ സർക്കാർ ധനരാണെങ്കിൽ പോലും അവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ അവർ വൈമുഖ്യം കാണിക്കും. എന്ന് മാത്രമല്ല, അഥവാ ആരുടെയെങ്കിലും പുതിയ എഴുത്തുകാരുടെ ആരെങ്കിലും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായാൽ തന്നെ അത് അച്ചടിക്കാനുള്ള മുഴുവൻ ചെലവും അവരിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 1000 കോപ്പി അടിക്കും എന്ന് പറഞ്ഞാൽ അതിൽ 10 200 കോപ്പി അടിക്കും. 10 കോപ്പി ആദർശ കോപ്പി തന്നെ കൊടുക്കും. പിന്നെ അതിനെന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. റോയൽറ്റി കൊടുക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ പലപ്പോഴും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിൽ വളരെയധികം ചൂഷണമാണ് നടക്കുന്നത്. പുസ്തക പ്രസാധകർ നമ്മുടെ എഴുത്തുകാരെ വളരെ കഠിനമായി ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആത്മാഭിമാനമുള്ള എഴുത്തുകാർക്ക്, പുതിയ എഴുത്തുകാർക്ക് ഇത് വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ എഴുത്തുകാർ സംഘടിച്ചു വന്നത് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ, അത് വിതരണം ചെയ്യാൻ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഫലപ്രദമായി ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഏതാനും കവികളും നല്ല വായനക്കാരും സഹൃദയനും ഒക്കെ ചേർന്ന് കലമ്പലത്തിൽ ഇങ്ങനൊരു പ്രസ്ഥാനം 7-8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ അത് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. 30ഓളം പുസ്തകങ്ങൾ മൊഴി പബ്ലിക്കേഷൻസ് നല്ല പുസ്തകങ്ങൾ, നല്ല നിലവാരമുള്ള പുസ്തകങ്ങൾ പ്രത്യേകിച്ച് അതിന് മുഴുവൻ തുകയും വഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒഴുകിയില്ല എന്നറിയപ്പെടുന്നതാണ്. നിങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കൂട്ടായ്മ അവരുടെ സമ്പന്നമായിട്ടാണ് അവരുടെയൊക്കെ സംഭാവന സ്വീകരിച്ചുകൊണ്ടൊക്കെയാണ് ആദ്യത്തെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത്. അതിന് സമാജം നന്നായി വിറ്റ് പോകുന്നുണ്ട്. അത് അതിന്റെ ഫലമായിട്ട് ഇനിയും ക്രമേണ എഴുത്തുകാരിൽ നിന്ന് ഒരു പൈസ പോലും സ്വീകരിക്കാതെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മൊഴി പബ്ലിക്കേഷൻസിനുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് താമസിയാതെ മൊഴി സ്വന്തം നിലയിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ എഴുത്തുകാരുടെ 2-3 പ്രാവശ്യം റോയൽറ്റി കൊടുക്കാൻ മൊഴിക്ക് സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ വലിയ പ്രസ്ഥാനം പോലും ചെയ്യാത്ത കാര്യമാണ്.
അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കുട്ടികളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ ലൈബ്രറി കല്ലമ്പലം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ്. പക്ഷേ കല്ലമ്പലത്തിനൊന്നും ലൈബ്രറി ഇല്ല എന്നുള്ളതാണ്. പരിസരത്തൊക്കെ ഉണ്ട്, മാവേലിക്കോട്ടിലും പുതുശ്ശേരിയിലൊക്കെ ഉണ്ട്. പക്ഷേ കല്ലമ്പലത്തിനൊന്നും ലൈബ്രറി ഇല്ല. ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു മൊഴി ലൈബ്രറി ആൻഡ് ട്രെയിനിങ് റൂം എന്നൊരു സ്ഥാപനം കല്ലമ്പലത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ മൊഴിയുടെ ഓഫീസ് അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല ഇവിടെ പറഞ്ഞതുപോലെ സാഹിത്യകാരന്മാരുടെ അനുസ്മരണങ്ങൾ വലിയ വിപുലമായ രീതിയിലാണ് മറ്റൊരു മുഖ്യമന്ത്രിയുടെ അനുസ്മരണ പരിപാടി നടന്നത്. അതിന് പ്രത്യക്ഷമായി പറഞ്ഞ് ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇനിയും ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഒരുപാട് ഞാൻ സഹകരിക്കുന്നുണ്ട്. ശരിക്കും കലപരമാനന്റെ സെക്രട്ടറി അതേപോലെ നട്ടല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയും കഠിനാധ്വാനവുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് സാറ്, ആനന്ദ സാറ്, ഷൈൻ ബാബു തുടങ്ങി ഒട്ടേറെ പേര്, പ്രധാനമന്ത്രി സാർ തുടങ്ങി ഒട്ടേറെ പേര്, ഇതിന്റെ പേര് പറയാൻ എളുപ്പമല്ല, ഇതുമായി സഹകരിക്കുന്നുണ്ട്. ഇനിയും ഈ പ്രസ്ഥാനത്തെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാടിന് ഒരു വലിയ ഒരു നേട്ടമായി ഈ പ്രസ്ഥാനത്തെ മാറ്റാൻ എല്ലാ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും സഭകളുടെയും ഒക്കെ നിശ്ചയമായ സഹകരണം ഉണ്ടാകണം എന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു അഭ്യുദയകാംക്ഷയുള്ള നിലയിൽ ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപക്രമം എന്ന നിലയിൽ അധികമൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ക്ഷണിക്കുകയാണ്.